ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 87,086 പേരാണ് ദർശനം നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും സമാനമായ രീതിയിൽ നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നല്ല തിരക്ക് സന്നിധാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം 23,000-ഓളം പേര് രാവിലെ ഈ സമയം വരേക്കും ഇവിടെ സന്നിധാനത്ത് എത്തി എന്നുള്ളത്. ഈ ഒരു നമ്പറിലേക്ക് രാവിലെ എത്താറില്ല. ഇന്നലെയാണെങ്കിൽ 87,000-ൽ-അധികം അയ്യപ്പന്മാരാണ് സന്നിധാനത്ത്. അതായത് കണക്ക് കൂട്ടിയതുപോലെ തന്നെ 90,000-ലധികം പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നത്. അതിനടുത്തേക്കുള്ള നമ്പറിൽ അയ്യപ്പന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ പമ്പയിൽ നിന്നും സന്നിധാനം വരെ അയ്യപ്പന്മാരെ കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെയാണ് കടത്തിവിടുന്നത്. മരക്കൂട്ടത്തിന് മുൻപ് തന്നെ പലയിടത്തും അയ്യപ്പന്മാരെ തടഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബ്ലോക്ക് ചെയ്ത് ആണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 6-7 മണിക്കൂറൊക്കെ സന്നിധാനത്ത് എത്താനുള്ളൊരു സമയം അയ്യപ്പന്മാർക്ക് എടുക്കേണ്ടി വരും. വലിയ തിരക്ക് തന്നെ പമ്പയിലും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പമ്പ വരെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ നമ്മുടെ സന്നിധാനത്തിൻ്റെ ചുറ്റുമുള്ള ഓവർബ്രിഡ്ജെല്ലാം തന്നെ മരങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഇന്നും ഏതാണ്ട് 90,000-ലധികം പേര് വിർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങും മറ്റും വരും. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തിരക്ക് തുടരും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അധികൃതർക്കുള്ളത്. മാത്രമല്ല അവധി ദിവസങ്ങളൊക്കെ എത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു തിരക്ക് മുൻനിർത്തി കൂടുതൽ ക്രമീകരണങ്ങൾ നടത്താനുള്ള ഒരുക്കവും നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഫോഴ്സിനെ 20-ാം തീയതിക്ക് ശേഷം ശബരിമലയിൽ ഡിപ്ലോയ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു DIG രാഹുൽ ആർ നായരും കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ തിരക്കും മറ്റ് അനുബന്ധമായിട്ടുള്ള നിയന്ത്രണ നടപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ 3-4 ദിവസം ഉണ്ടാവുക. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് ശബരിമല സന്നിധാനം കടക്കുമ്പോൾ വലിയ തിരക്ക് മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും പുരോഗമിക്കുന്നത്.